സുഹൃത്തുക്കളുടെ കൂടെ അവരോട് ഒന്നിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചു ജീവിക്കുന്നതുകൊണ്ടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കുന്നു. സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. അതിനെയൊക്കെ ഒരു സമാധാനത്താലെ കണ്ട് ശാന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പരിധിവരെ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. അത് പ്രാവർത്തികമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എഐക്കും എഐയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ മെസ്സേജിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട തമ്പി സാറ് ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. എറണാകുളം ഇൻ്റർ ഗ്രൂപ്പ്, ഞാൻ ഉൾപ്പെടുന്ന എറണാകുളം ഇൻ്റർ ഗ്രൂപ്പിൽ നടത്തുന്ന ഒരു പ്രതിവാര പരിപാടി, അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ആരെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഫാദർ മത്തായി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. എഐയിലൂടെ ആത്മീയത പടികളിലൂടെ, അങ്ങനെ എന്താണ്ടായിരുന്നു ആ വിഷയം എന്നെനിക്ക് തോന്നുന്നു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച അതിൽ അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയെന്നും ആ തെറ്റ് ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു രീതി, അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് അത് തെറ്റ് ബോധ്യപ്പെട്ട വ്യക്തിയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാമായിരുന്നു. അത് എൻ്റെ മാത്രം ചിന്തയാണ്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും എയിലൂടെയുള്ള സഞ്ചാരത്തിൽ. ഇതിന് അനുഭവം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത നാളുകളിൽ രണ്ടാഴ്ച മുമ്പ് ജനമൈത്രി ഗ്രൂപ്പ് വടക്കാഞ്ചേരിയിൽ മുൻ ബി ക്ലാസ് ട്രസ്റ്റി അശോകൻ ചേട്ടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കിനെ കുറിച്ചാണ്. അത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റുകയും അതിലെ ഒരു ശ്രോതാവ് ആ തെറ്റ് മനസ്സിലാക്കുകയും ആ തെറ്റ് മനസ്സിലാക്കിയ അദ്ദേഹം ഈ സ്പീക്കറെ നേരിട്ട് അവർ തമ്മിൽ ഉള്ള സംസാരത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും, അത് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തോട് സാറ് പറഞ്ഞത് ഇങ്ങനെ തെറ്റല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്നോട് അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ നോക്കിയിട്ട് പറയാം എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം അത് നോക്കിയിട്ട് താങ്കൾ പറഞ്ഞത് തെറ്റായിരുന്നു, അടുത്ത മീറ്റിങ്ങിൽ ഞാനത് നേരെയാക്കിക്കൊള്ളാം എന്ന് പറയുകയും പിന്നീട് വരുന്ന മീറ്റിങ്ങിൽ അദ്ദേഹം ഈ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുകയും ആണ് ചെയ്തത്. ഞാൻ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷം തോന്നി. അതിലെ ശ്രോതാക്കൾക്ക് സന്തോഷം തോന്നി, സ്പീക്കർക്ക് ഒരു സംതൃപ്തി ഉണ്ടായി, അതുപോലെ തന്നെ ആ ചോദ്യം ഉന്നയിച്ച ആൾക്കും ഒരു സന്തോഷം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുകയും ചെയ്യുന്നത്. എൻ്റെ തന്നെ ചില അസ്വസ്ഥതകൾ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മറ്റൊരാളെ സൂചിപ്പിക്കുന്ന പരിപാടിയല്ലല്ലോ പരിപാടി. എന്തായാലും ഇങ്ങനൊരു ഇത് വന്നപ്പോൾ, ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്കുണ്ടായ അസ്വസ്ഥത അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു പ്രതികരണമാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. തമ്പി സാറ് പറഞ്ഞതുപോലെ തമ്പി സാറിനോട് വാദപ്രതിവാദങ്ങൾക്ക് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഒരു സംവാദത്തിനോ ഒന്നും ഉള്ള അറിവോ കഴിവോ എനിക്കില്ല, അതിന് ഞാൻ തയ്യാറുമല്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള നിരന്തര യാത്രയിലൂടെ എനിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. ഈ വിഡ്ഢിത്തത്തിൻ്റെ പുറകെ പോകാതിരിക്കുക, ഓൾഡ് ടൈമേഴ്സ് എന്ന ആശാന്മാർ, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ എന്നെ സംബന്ധിച്ച് ചൊടിപ്പിച്ചു. അതുതന്നെയാണ് ഈ വോയിസ് മെസ്സേജിന് വരാനുണ്ടായ കാരണം. ഈ പറയുന്ന മത്തായിച്ചൻ്റെ ആ ഒരു തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആ തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പം അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പല ആളുകളുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ആ തെറ്റ് അദ്ദേഹം ചിലപ്പോൾ ഇതൊന്നും അറിയണമുണ്ടാവില്ല, അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയ കാര്യം. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താലല്ലേ അദ്ദേഹത്തിന് അത് ബോധ്യമാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ മത്തായിച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അത് എത്തണമല്ലോ. അതിന് പകരം നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം, അയാൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നാണ് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം പകരുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാനിതിൽ വരാൻ കാരണം.
അപ്പോൾ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുന്ന പരിപാടിയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നാലല്ലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഞാനറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കിട്ടിയാലേ എനിക്കത് സാധിക്കുകയുള്ളൂ. അത് എന്നോട് പറയാതെ മറ്റാൾക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടെന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നില്ല, ചോദ്യമൊന്നും ഉദ്ദേശിക്കുന്നില്ല, ചോദ്യം ആയിട്ട് പറയുന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം മാത്രം, ആ ഒരു ഇതിൽ വന്ന ഒരു വികാരം മാത്രം ഞാനിതിൽ പങ്കുവയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയാനോ ആയിട്ടല്ല ഈ പറയുന്നത്. പിന്നെ സ്പോൺസി ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ ഇവിടെ ഞങ്ങളുടെ പെരുമ്പാവൂർ ഒരു സുഹൃത്ത് സ്പോൺസർ ആയിട്ട് ബന്ധപ്പെടാൻ ആയിട്ട് സ്പോൺസറെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ അത് ഞാനൊരു ഓൾഡ് ടൈമർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയി അദ്ദേഹം ഒത്തിരി പേർക്ക് സ്പോൺസർ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് സംഗതിയൊക്കെ ശരിയായിരുന്നു, പക്ഷേ അങ്ങേരെ കൊണ്ട് ഈ കുടുംബത്തിന് ഒരു ഗുണവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്പോൺസി ബന്ധം അന്നത്തോടുകൂടി ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പ്രോഗ്രാമിൽ എത്രമാത്രം വളർന്നു എന്നുള്ള അതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും. ആ സംവാദത്തിന് പ്രസക്തിയില്ല എങ്കിലും ആ ഓരോ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ന ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ, ചെറിയ പാളിച്ചകൾ, ഒരു നന്മ വന്നാൽ അത് കൊട്ടിഘോഷിക്കാനോ അല്ലെങ്കിൽ അത് പറയാനോ ഇവിടെ ആരുമില്ല. ചെറിയൊരു പാളിച്ച വന്നാൽ അവനെ എത്രയും പെട്ടെന്ന് തേജോവധം ചെയ്യാനായിട്ട് എല്ലാ സുഹൃത്തുക്കളും പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമുക്കാൽ ശതമാനം തമ്പി സാറ് പറഞ്ഞതുപോലെ ഈ ഓൾഡ് ടൈമേഴ്സ് എന്ന് പറയുന്ന ആശാന്മാരോ അല്ലെങ്കിൽ വിഡ്ഢിത്തം വിളമ്പുന്ന ആളുകളോ ഒക്കെ ആയിരിക്കാം, എന്തോ ആവട്ടെ, അത് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആമുഖം, അനുഭവവും ശക്തിയും പ്രതീക്ഷയും എന്ന് പറയുന്നത് തുടങ്ങുന്ന ആമുഖത്തിൻ്റെ അവസാന പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ പറയുന്ന ഞങ്ങളുടെ പ്രാഥമികമായ ഉദ്ദേശം മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തണമെന്നും മറ്റ് അമിത മദ്യാസത്തിലെ രോഗശമനത്തിനായി സഹായിക്കണം എന്നതുമാണ്. ഞാൻ ഇത് വെച്ചിട്ടൊക്കെ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളുടെ പ്രാഥമികമായ ഉദ്ദേശം എന്ന് ഉള്ളിടത്തിൽ ഞാൻ പ്രാഥമികമായ ആവശ്യം എന്നാണ് വായിച്ചു കൊണ്ടിരുന്നത്. ആ തെറ്റ് വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട രാജേഷ് പെരുമ്പാവൂർ അദ്ദേഹമാണ് ഞങ്ങളൊന്നിച്ച് യാത്ര ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ ഒരിക്കൽ എന്നോട് പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ചേട്ടന് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു, ചേട്ടൻ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രാഥമികമായ ഉദ്ദേശം എന്ന ആവശ്യം എന്ന ആ വാക്ക്, അത് അവിടെ എഴുതിയിരിക്കുന്നത് ഉദ്ദേശം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തിരുത്തി വായിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വാക്ക് തന്നെ ശ്രദ്ധിച്ചത് എന്ന് ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ പറയുമ്പോൾ പോലും എനിക്ക് രാജേഷിനെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. കാരണം ഒന്ന് തെറ്റ് തിരുത്തി തന്നതിലുള്ള സന്തോഷവും നന്ദിയും അദ്ദേഹത്തോട് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം ഞാൻ എയിൽ വന്നപ്പോൾ ആദ്യ കാലങ്ങളിൽ എന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പഠിപ്പിച്ച സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കൾ. ഇന്നും ഞാൻ ഓരോ ഷർട്ടുകളും മാറി മാറി ഇടുമ്പോൾ, അതിൻ്റെ ബട്ടൺ ഇടുമ്പോൾ ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് വളരെ സ്നേഹത്തോടെയും വളരെ ലളിതമായിട്ടുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഓരോരോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിട്ടിയതേ കൊടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ ഇത് വലിയ കഠിനമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എനിക്ക് ആയിരിക്കാം, പക്ഷേ ഈ കഠിനത്തെ ഞാൻ വളരെ ലഘൂകരിച്ചാണ് കൊണ്ടുവരുന്നത്. നമ്മൾ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇരുന്നിട്ട് വേണം കാല് നീട്ടാനെന്ന്. ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് നീ ഇന്നും ഒരു പടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എൻ്റെ അനുഭവം. ഞാൻ വന്ന അന്ന് ഒരു പടി ചെയ്ത ആളാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയേനെ. അപ്പോൾ തമ്പി സാറിനെ പോലെയുള്ള ഓൾഡ് ടൈമേഴ്സ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ
നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഇതുവരെ സംഭവിച്ചതൊക്കെ എല്ലാം ഇങ്ങനെ സംഭവിച്ചു, ഇനി നമുക്ക് ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു കൂട്ടായ ചിന്തയും ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നിപ്പോൾ സാറ് പറഞ്ഞ ആ സംഭവത്തിന് എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഈ അടുത്ത നാളുകളിലുണ്ടായ ഒരു സംഭവം, നമ്മുടെ ബി ക്ലാസ് ട്രസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങൾ വന്നു, തെരഞ്ഞെടുപ്പ് വന്നു, എന്തെല്ലാം പരിപാടികൾ നടത്തി. എന്തുകൊണ്ട് ഈ വിട്ടുകൊടുക്കലും ഒരു 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 ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ ശരിയായ രീതി എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്നും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, ശരിയായ രീതിയിലല്ല തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്. കാരണം രണ്ട് വ്യക്തികൾ ഒരേ സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ സർവീസിൽ തിരഞ്ഞെടുപ്പ് ആവാം, അത് കുഴപ്പമില്ല, ആരോഗ്യപരമായ തിരഞ്ഞെടുപ്പാണ് എന്നൊക്കെയാണ് അന്ന് കേട്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല ഫെലോഷിപ്പാന്ന് പറയുന്നത്, ഇത്രയും നല്ല പരിപാടിയാന്ന് പറയുന്നത്, എന്തുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ഒരാളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഓൾഡ് ടൈമേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതുകൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ആദ്യം പറഞ്ഞ കാര്യം, ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട വ്യക്തിയോട് പറയാതെ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ വന്ന് പറയുമ്പോൾ ഇന്ന് വന്നയാൾ, ഇന്നലെ വന്നയാൾ, അങ്ങനെയുള്ള ആളുകൾ ഈ അടുത്ത നാളുകളിൽ ഈ ഗ്രൂപ്പിലേക്ക് കയറിയിരിക്കുന്ന പുതിയ ആളുകൾക്ക് ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളെ ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ വളരെയേറെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ വ്യക്തിയെയും ഗ്രൂപ്പിൽ എത്തിക്കുന്നത്. അത് പലരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെ, ഒരാൾ തന്നെ വിചാരിച്ചിട്ടല്ല, പ്രോഗ്രാമിൻ്റെ സഹായത്താലും കൂടെ നിൽക്കുന്ന ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രവർത്തനം കണ്ടാണ്, ഫോൺ വിളി കൊണ്ടും കൂടെ ചെന്ന് വീട്ടിൽ ചെന്ന് കൊണ്ടുവന്നാക്കിയും ചായ മേടിച്ചു കൊടുത്തു, അങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം നടക്കാൻ പഠിക്കും. അങ്ങനെ നടന്ന് ഓടിത്തുടങ്ങുമ്പോൾ അദ്ദേഹം ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിലേക്ക് കയറുന്നു. അപ്പോൾ സ്പോൺസർ വേണോ വേണ്ടയോ എന്നുള്ള വിവാദത്തിനൊന്നും വന്നതല്ല. എന്തായാലും പ്രിയപ്പെട്ട തമ്പി സാറ് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടതുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ കാലത്തേക്ക് ഒന്ന് പോകാൻ സാധിച്ചു. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ സാധിച്ചു. നമ്മുടെ പ്രോഗ്രാമിനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അസ്വസ്ഥതകളുണ്ട്, ഇല്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, അസ്വസ്ഥതകളുണ്ട്. കാരണം നമ്മളെല്ലാവരും പല വീടുകളിൽ നിന്ന് വന്നവരും പല രീതിയിൽ ജീവിക്കുന്നവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രമാത്രം ഇതിനെ കുഴിച്ചെടുക്കാൻ സാധിക്കുന്നു, ഞാൻ അത്രമാത്രം ഇതിനെ കുഴിച്ചെടുക്കുക. ഇതിൽ നിന്നുള്ള സുഖം എനിക്ക് കിട്ടിയിടത്തോളം മറ്റൊരാൾക്ക് കിട്ടണമെന്ന് ഞാൻ അവകാശപ്പെടാനും തയ്യാറല്ല. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്ക് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടി, അതുകൊണ്ട് എനിക്കും വേണം ഇത് എന്ന് ഞാൻ വാശി പിടിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടും, വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. എന്തായാലും അത്ഭുതകരമായ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ചെറിയ അസ്വസ്ഥത എന്ന് പറയാം, ഞാനിങ്ങനെ ഈ ഓൾഡ് ടൈമേഴ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ അച്ചടിച്ചേക്കുന്ന പുസ്തകം തെറ്റാണെന്ന്. ഈ മലയാളം വായിക്കാൻ മാത്രം അറിയാവുന്ന എന്നെപ്പോലെയുള്ള ആളുകൾ പിന്നെ വേറെ എന്ത് മനസ്സിലാക്കും? അപ്പോൾ സ്പോൺസർ വേണമെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ അതിന് പറ്റിയ സ്പോൺസർമാരില്ല എന്ന് പറഞ്ഞു. ഈ പാടത്ത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്ത് പാടത്ത് കൊയ്ത് കഴിയുമ്പോൾ താറാവിനെ ഇറക്കി വിടണം, ഇവിടെ കുറേ സ്പോൺസർമാരെ ഇറക്കി വിടാൻ എക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ അവരവർ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഒരുമിച്ച് നടക്കുന്നത്. ഞങ്ങളിവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കാറുണ്ട്. മീറ്റിങ്ങിൽ മാത്രമല്ല, അല്ലാതെ തന്നെ ഫോൺ സംഭാഷണങ്ങളുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്, സ്പോൺസറെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ഓൾഡ് ടൈമേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല രീതിയിലും നമ്മളിതിനെ നന്നാക്കാനായിട്ട് ഓരോരുത്തർക്ക് സുഖകരമായ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അത് മോശമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്തത് വലിയ കാര്യമാണെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല, എല്ലാറ്റിലും ഉപരി അത് എനിക്ക് തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത്. എനിക്ക് തന്നെ അവസാനം പറയുന്ന പോലെ ഞങ്ങളുടെ പ്രാഥമികമായ ഉദ്ദേശം മദ്യരഹിതമായ സുബോധാവസ്ഥ നിലനിർത്തുക, മറ്റ് അമിതമദ്യാസകരെ രോഗശമനത്തിനായി സഹായിക്കുക. ആ രോഗശമനത്തിനായി സഹായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എയിലേക്ക് വരികയും എയിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനും സ്പോൺസറും ഒക്കെ ഉണ്ടാവും, പടികൾ പ്രാക്ടീസ് ചെയ്യും. അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോരോ മീറ്റിങ്ങുകളും ഓരോരോ സ്പീക്കർ മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിച്ചു. അത് കേൾവിയിൽ നിന്നാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കേട്ടാണ് മനസ്സിലാക്കിയത്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ മദ്യപിക്കരുത് മോനെ എന്ന് പറഞ്ഞാൽ എന്നെ ചുവന്നുകൊണ്ട് കടന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കി എൻ്റെ അമ്മ 34 വയസ്സ് വരെ എന്നോട് മോനെ കള്ളു കുടിച്ചാൽ ചത്തുപോകും, രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല.
മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയില്ല, മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കില്ല, ഞാൻ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം. നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മറ്റൊരാളെ രക്ഷപ്പെടുത്താനും സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ സാധിച്ചതിന് ഞാൻ ഈശ്വരനോടും എയോടും നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത് സംവാദത്തിനോ എതിർവാദത്തിനോ